കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടാണ് അടുത്ത വന്നിട്ടുള്ള വിമർശനം. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. ഇവള് വീഡിയോയില് റീച്ച് കുറഞ്ഞപ്പോ അവള് അത് കാണിക്കാൻ തുടങ്ങി, ഇത് കാണിക്കാൻ തുടങ്ങി എന്നുള്ള അങ്ങനെ പറയുന്നത് അമ്പാട്ടി കൊച്ച നടക്കുമ്പോൾ താഴെ നോക്കി നടന്നു പോകുന്നത്. പൊന്നു എന്നൊരു വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന് വട്ടുണ്ടോ? മോഡേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മോഡേൺ ആയിരുന്നു അവള് ഉള്ള. ഞാൻ പലപ്പോഴും അവളെ ചെയ്താറുണ്ട്, പൊന്നു ഇങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട. അവൾക്ക് കല്യാണത്തിന് മുന്നേ അവന് ഇഷ്ടമായിരുന്നു ഞാൻ പല ഡ്രസ്സ് ഇടും. അപ്പൊ വീട്ടിലായാലും ഷാളിട്ടിട്ടേ നടക്കാം കരുവാറിന്റെ മോളെ. ഓ എന്റെ വിഷ്ണു ഏട്ടായി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. പിന്നെ ഞാനിപ്പോ വീട്ടില് ട്രൗസർ ഈ ട്രൗസർ ഇതായാലും പൊന്നു പലപ്പോഴും ഞാനാണ് നിർബന്ധിച്ച് നീ ഇട്ടോ, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇട്ടോ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. നിങ്ങൾ ഇത്ര വലിയ സമൂഹത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്താഗതി വരുത്തണത്? എന്ത് പ്രഹസനമാണ് സജി. അങ്ങനെ ശരീരം കാണിച്ച് കാശുണ്ടാക്കുന്ന അവസ്ഥ അങ്ങനത്തെ ഒരു ഇതൊന്നും ഞങ്ങൾക്കില്ല. ഈ കുടുംബത്തിനെ കുറിച്ച് ഈ നാട്ടുകാരോട് എവിടെ ചോദിച്ചാലും ഒരു മോശം അഭിപ്രായം പറയത്തില്ല. പഠിക്കുമ്പോ അവള് ഇപ്പൊ ഇവര് പറയും അമ്മ വേലിയാടിയ മോൾ മതിലാണ് ചാടേണ്ട പ്രായമാകുമ്പോ ചാടും. അതിനൊന്നും പറയില്ല. ബെസ്റ്റ് ഫാമിലി. നീ ഒരു പെൺകോന്തനാണ്, നീ ഭാര്യയുടെ സാരി തുമ്പത്താണ്, പാവാട തുമ്പത്താണ്, എന്ത് തുമ്പത്തായാലും ഞാനല്ലേ, എനിക്കൊരു തേങ്ങയില്ല. വന്നോന്ന് ഭയങ്കര പെൺകോന്തനായി കേട്ടോ. അക്കൗണ്ട് റീച്ച് ആവാത്തത് ഞങ്ങൾ വീഡിയോ ഇടാത്തോണ്ടാണ് ഞങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാത്തത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. യൂട്യൂബിനെ കണ്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അതാണ് കണ്ടാലും ഇന്ത്യയിലും തോന്നിയില്ലെങ്കിലും നമുക്കൊന്നും അളക്കാൻ പറ്റാത്തത്രയും കാശായി സാമിയുടെ പത്താഴത്തിൽ. എപ്പോഴും ഞാൻ കുന്നോളത്ത് അറിയിക്കാൻ എനിക്ക് ജോലി കിട്ടും. അത് നിങ്ങൾ ഉദ്ദേശിച്ച ജോലിയല്ല കേട്ടോ, മറ്റേ പരിപാടിയല്ല. പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഈ ചെക്കനെ കൊണ്ട് ഒരു ഉപകാരമില്ല. എനിക്ക് ഉപകാരം ഉണ്ടല്ലേ ചേച്ചിയോട് പറയാൻ പറ്റും. ചേച്ചി എന്റെ നമ്പർക്ക് പേഴ്സണലായി വിളിക്കും. എന്തൊക്കെ ഉപകാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവ അങ്ങനെ 9 കമ്പനി ഞാൻ 9ആണോ 10ആണോ 8ആണോ ചേച്ചി എന്നെ വന്ന് നോക്കിയിട്ടൊന്നുമില്ലല്ലോ. വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ചേച്ചി ചിലപ്പോ 8, 9 അല്ലെ മഴവിലൊക്കെ ആവും. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വ്യാപകരില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല.